വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ PYQ സെഷൻ നമ്മളിങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 പാർട്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് അവസാനിപ്പിച്ചായിരുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ അവസാനത്തെ ഭാഗമാണ്. കുറേ ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങളായിരുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചത്. 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ചോദ്യ പേപ്പറിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ചോദ്യങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ അവസാന ഘട്ടത്തിലെ PYQs നന്നായിട്ട് നോക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടും. കാരണം നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ് പോലെയുള്ള റീസണിങ് പോർഷന്റെ ചോദ്യങ്ങൾ ചെയ്യാനേ ഈ PYQ സെഷൻസ് തന്നെയാണ് ഒരുപാട് ഉപകാരപ്രദമാകുന്നത്. അപ്പോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ആദ്യത്തെ 12 ചോദ്യങ്ങൾ 2 പാർട്ടായിട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. ഇഫ് വിത്ത് തേർഡ്, ഫോർത്ത് ആൻഡ് 11th ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് കോൺട്രവേഴ്സിയൽ എന്ന് പറയുന്ന ആ ഒരു വേർഡിലെ മൂന്നാമത്തെ അക്ഷരം പിടിക്കുക. മൂന്നാമത്തെ അക്ഷരം N ആണ്. നാലാമത്തെ അക്ഷരം പിടിക്കുക. നാലാമത്തെ അക്ഷരം T ആണ്. ആൻഡ് 11th ലെറ്റർ 11ാമത്തെ അക്ഷരം പിടിക്കുക. 1 2 3 4 5 6 7 8 9 10 11 I. മൂന്നാമത്തെ അക്ഷരവും നാലാമത്തെ അക്ഷരവും 11ാമത്തെ അക്ഷരവും കൂടെ പിടിച്ചിട്ട് എ മീനിങ്ഫുൾ വേർഡ് ക്യാൻ ബി ഫോംഡ്. ഈ 3 അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് നമുക്കൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടും. ദെൻ ഇറ്റ്സ് ഫസ്റ്റ് ലെറ്റർ ഈസ് ദ ആൻസർ. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ആൻസർ. ഇഫ് മോർ ദാൻ 1 വേർഡ്സ് ആർ പോസിബിൾ ദെൻ M. അതായത് നിങ്ങൾക്ക് ഈ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേർഡ് മാത്രമേ, മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേർഡ് ഉണ്ടല്ലോ, അതിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഉത്തരം. അല്ലെങ്കിൽ if more than 1 words are possible then M. അങ്ങനെ ഒന്നിലധികം വാക്കുകൾ നിങ്ങൾക്ക് ആ N-ഉം T-യും I-യും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം M. ഇഫ് നോ മീനിങ്ഫുൾ വേർഡ്സ്, അതായത് N-ഉം T-യും I-യും ഉപയോഗിച്ച് ഒരു മീനിങ്ഫുൾ വേർഡും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം X ആണെന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും NTI ആണ്. മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ടിൻ എന്ന് പറഞ്ഞ തകരപ്പാട്ട ഒരു മീനിങ്ഫുൾ വേർഡാണ് ടിന്ന്. അതേപോലെ നിറ്റ് എന്ന് പറയുന്ന മറ്റൊരു മീനിങ്ഫുൾ വേർഡ് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് മൂട്ട, അല്ലെങ്കിൽ ഈര്, പേൻ, ചെള്ള് എന്നൊക്കെ അർത്ഥം വരുന്ന നെറ്റ് എന്ന് പറയുന്ന മറ്റൊരു വാക്കുകൂടി നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ NTI എന്ന് പറയുന്ന ഈ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 2 മീനിങ്ഫുൾ വേർഡ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടിന്നാണ്, രണ്ടാമത്തത് നെറ്റുമാണ്. അപ്പൊ 2 എണ്ണം ഉണ്ടാക്കാൻ സാധിക്കും. ചോദിച്ചത് ഇഫ് മോർ ദാൻ 1 വേർഡ്സ് ആർ പോസിബിൾ then your answer is M. അപ്പോ M ആണ് ഉത്തരം. കാരണം 2 വേർഡുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ ഉത്തരം M ആയിരുന്നു ആൻസർ. ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് സാമാന്യ ബുദ്ധി അനുസരിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല അതിനകത്ത്. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി പരിചയപ്പെടുത്തുവാണ്. 3rd of the month falls on Friday. ഒരു മാസത്തിലെ 3ാമത്തെ ദിവസം, 3rd, 3ാമത്തെ ദിവസം ഉണ്ടല്ലോ, അത് ഫ്രൈഡേ ആണെന്നാണ് പറയുന്നത്. 3ാമത്തെ ദിവസം ഫ്രൈഡേ ആണെങ്കിൽ വാട്ട് വിൽ ബി ഓൺ ദ 4th day ആഫ്റ്റർ 21st of the month? 21 ശേഷം 4ാമത്തെ ദിവസം. 21 ശേഷമുള്ള 4ാമത്തെ ദിവസം ഏത്? 4th day എന്നാണ് ചോദിച്ചത്. 21 ശേഷമുള്ള 4ാമത്തെ ദിവസം. 21 ശേഷമാണ് 22, 23, 24, 25. 4ാമത്തെ ദിവസം 25 ആണ്. മക്കളെ 25ാമത്തെ ദിവസം ഏതാണ്?
25-ാമത്തെ ദിവസം ഏതാണെന്നാണ് ചോദിച്ചത്. 3-ാം തീയതി വെള്ളിയാണെങ്കിൽ 3 7 10 വെള്ളി, 10 7 17 വെള്ളി, 17 7 24 വെള്ളിയാണ്. കാരണം 7 വീതം കൂട്ടി എടുക്കുന്നതെല്ലാം സെയിം ഡേ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസത്തിന്റെ 1-ാം തീയതി ഞായറാണെങ്കിൽ 1 7 8 ഞായർ, 8 7 15 ഞായർ, 15 7 22 ഞായർ, 22 7 29 ഞായർ. 7 വീതം കൂട്ടി എടുക്കുന്നതെല്ലാം സെയിം ഡേ ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. സോ അങ്ങനെയാണെങ്കിൽ 24-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ 25-ാം തീയതി ശനിയാഴ്ച ആയിരിക്കും. സാറ്റർഡേ ആണ് ഉത്തരം. 25-ാം തീയതി സാറ്റർഡേ. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ച് അവിടെ അവസാനിച്ചിരിക്കുക. 15-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. റാങ്കിങ് എന്ന് പറയുന്ന ഭാഗമാണ്. പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സർക്കുലർ അറേഞ്ച്മെന്റ് അതേപോലെ റാങ്കിങ് മായിട്ട് ബന്ധപ്പെട്ട ചോദ്യം റാങ്കിങ് ആണ്. അരുൺ റാങ്ക് 17th ഇൻ എ ക്ലാസ് ഓഫ് 31. 31 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 17-ാമത്തെ കുട്ടിയാണ് അരുൺ. 17th 17-ാമത്തെ കുട്ടിയാണ് നമ്മുടെ അരുൺ. വാട്ട് ഈസ് ഹെർ റാങ്ക് ഫ്രം ദ ലാസ്റ്റ്? ലാസ്റ്റിൽ അവൻ എത്രാമത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാം. ഇതാണ് നമ്മുടെ റാങ്ക് പട്ടിക എന്ന് കരുതുക. നമ്മുടെ അരുൺ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് കരുതുക. ഇതാണ് നമ്മുടെ അരുൺ. അവന് മൊത്തം 31 പിള്ളേരാണ് ഉള്ളത്. എടാ 17th ആണ് അവൻ. 17th ആണ് നമ്മുടെ അരുൺ. അതായത് മുമ്പിൽ നിന്നാണ്. കാരണം ബാക്കിൽ നിന്ന് ലാസ്റ്റിൽ നിന്ന് എത്രാമതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മുമ്പിൽ നിന്നുള്ളതായിരിക്കുമല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പിൽ നിന്ന് 17-ാമതാണെങ്കിൽ അരുണിന്റെ മുമ്പിൽ 16 കുട്ടികൾ ഉണ്ടെന്നല്ലേ അർത്ഥം? എടാ മുമ്പിൽ നിന്ന് 17-ാമതാണെങ്കിൽ അരുണിന്റെ മുമ്പിലെ 16 കുട്ടികളാണ് ഉള്ളത്. അരുണിന്റെ മുമ്പിലുള്ള കുട്ടികളുടെ എണ്ണം 16. മൊത്തം 31 പിള്ളേരാ ഉള്ളത്. അതിലെ ഈ 16ഉം ഈ 1 കൂടെ ആവുമ്പോൾ 17 പേരായി. 17ന്റെ ബാക്കി പിന്നെ എത്ര പേരുണ്ട്? ബാക്കി 14 പേരില്ലേ? ആ 14 പേര് സ്വാഭാവികമായിട്ടും അരുണിന്റെ താഴെയല്ലേ? എടാ മൊത്തം 31 പിള്ളേരാണ് ഉള്ളത്. മൊത്തം 31 പിള്ളേരുണ്ട്. അതിലെ അരുൺ എന്ന് പറയുന്ന ആള് മുമ്പിൽ നിന്ന് 17-ാമതാ. മുമ്പിൽ നിന്ന് 17-ാമതാവുമ്പോൾ മുമ്പിൽ 16 പിള്ളേരുണ്ടെന്നല്ലേ അർത്ഥം? ബാക്കിയുള്ളവരെല്ലാം പിറകിലാണ്. അപ്പോൾ അരുൺ ഉൾപ്പെടെ 17 പേരായി. സ്വാഭാവികമായിട്ടും ബാക്കി 14 പേര് താഴെയുണ്ട്. കാരണം 17ഉം 14ഉം കൂടെ കൂട്ടുമ്പോഴാണ് 31 വരുന്നത്. നമ്മുടെ ചോദ്യം, നമ്മുടെ അരുൺ പിറകീന്ന് എത്രാമത് എന്നാണ് ചോദിച്ചത്. പിറകീന്ന് 14ഉം കഴിഞ്ഞിട്ട് 15-ാമതാണ്. ഉത്തരം 15 ആയിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16 ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ബി ഈസ് ദ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോ. നമ്മുടെ ചാനലിനകത്ത് തന്നെ നമ്മൾ 2 പാർട്ടായിട്ട് ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മാത്രം കണ്ടാൽ മതി. നമ്മൾ യൂട്യൂബിനകത്ത് നമ്മുടെ ചാനലിനകത്ത് ചെയ്തിരിക്കുന്ന ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു 2 പാർട്ടായിട്ട് ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ടു പോയാൽ പോലും ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല. അത്ര എളുപ്പമാണ്. ബി ഈസ് ദ ബ്രദർ ഓഫ് സി. ബി എന്ന് പറയുന്നത് ബി ഈസ് ദ ബ്രദർ ഓഫ് സി. സിയുടെ ബ്രദറാണ്. സിയുടെ ബ്രദറാണ്. സിയുടെ ബ്രദറാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആണാണെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ പ്ലസ് ചിഹ്നം മേളിൽ കൊടുക്കണം, പെണ്ണാണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുക്കണം. അങ്ങനെ വരച്ച് തന്നെ പഠിക്കണം എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ബി എന്ന് പറയുന്ന ആള് ഈസ് ദ ബ്രദർ. ബി എന്ന് പറയുന്ന ആള് ബ്രദറാണ്. ആരുടെ? സിയുടേത്. അപ്പൊ സിയുടെ ബ്രദറാണ്, ആണല്ലേ? അപ്പൊ ഒരു പ്ലസ് ചിഹ്നം കൊടുത്തു. സിയുടെ ജെൻഡർ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. എ എന്ന് പറയുന്ന ആള്, എടാ എ എന്ന് പറയുന്ന ആള് ബിയുടെ സിസ്റ്ററാ. ബിയുടെ സിസ്റ്റർ ബി 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 ബിയുടെ സിസ്റ്റർ ആണ് എ. കണ്ടോ? ബിയുടെ സിസ്റ്റർ ആണ് എ. സിസ്റ്റർ പെണ്ണാണ്. അപ്പൊ ഒരു മൈനസ് ചിഹ്നം കൊടുക്കുക. ആര്? എ എന്ന് പറയുന്ന ആള് ബിയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് വരച്ചു വെച്ചു. ഇനി അടുത്ത് വായിച്ചേ. അതും കഴിഞ്ഞു. ഈ
ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഇ എന്ന് പറയുന്ന ആള് ഡിയുടെ ബ്രദറാ. പക്ഷെ നമുക്ക് ഇയും ഡിയും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ആ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിപ്പ് അടിക്കണം. കാരണം അത് ഇയും ഡിയും നമുക്ക് ഇതിനകത്ത് ഇല്ല. നമ്മൾ ആദ്യത്തെ 2 സെന്റൻസ് വായിച്ചപ്പോ ഈ ഒരു ട്രീ ഡയഗ്രാം ആണ് വരച്ചു വെച്ചത്. അതിനകത്ത് നമുക്കുള്ളത് ഇയും ഡിയും വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ അവരെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ പറയാൻ പറ്റത്തില്ല. കാരണം അവര് നമ്മൾ ഈ ടേബിളിനകത്ത് ഇപ്പൊ നിലവിലില്ല. അപ്പൊ ആ ഒരു സെന്റൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത സെന്റൻസ് വായിക്കണം. വായിക്കുകയും ദി ഈസ് ദ ഡോട്ടർ ഓഫ് എ. ഡി എന്ന് പറയുന്ന ആള് എയുടെ ഡോട്ടറാ. അപ്പൊ എയുടെ ഡോട്ടർ എന്ന് പറയുമ്പോൾ താഴെ അല്ലേ? എയുടെ ഡോട്ടർ ആണ് ഡി. ഡോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളല്ലേ? മകളായതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുത്തു. കണ്ടോ? എയുടെ ഡോട്ടറാണ്. എയുടെ ഡോട്ടർ ആണ് ഡി. സോ സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് താഴെയല്ലേ വരയ്ക്കേണ്ടത്? എയുടെ ഫാദർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മേളിലോട്ട് വെച്ചേനായിരുന്നു. പക്ഷെ മകനൊക്കെ ആകുമ്പോൾ താഴെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യം ഇതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ വിട്ടുപോയില്ലായിരുന്നു. സെക്കൻഡ് സെന്റൻസ് അത് വിട്ടുപോയി. അത് ഒന്നിനും ചേർക്കാൻ പറ്റും. ഇ ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഇ എന്ന് പറയുന്ന ആള് ഡിയുടെ ബ്രദറാണ്. ഡിയുടെ ബ്രദർ കണ്ടോ? ഡിയുടെ ബ്രദർ ആണ് ആര്? ഈ ഡിയുടെ ബ്രദറാണ് ഇ. കണ്ടോ? ഇ ഈസ് ദ ബ്രദർ ഓഫ് ഡി. ഇ ഈസ് ദ ബ്രദർ ഓഫ് ഡി എന്നാ പറഞ്ഞത്. കറക്റ്റ് ആയി. കണ്ടോ? എല്ലാം കറക്റ്റ്. ചോദ്യം ഹൗ ഇ ഈസ് റിലേറ്റഡ് ടു ബി. ടു ബി ബിയുടെ ആരാണ് ഇ? ബിയുടെ ടു ബി എന്നാ പറഞ്ഞേക്കുന്നത്. ബിയുടെ ആരാണ് ഇ? ബിയുടെ ആരാണ് ഇ? ഹൗ ഇ റിലേറ്റഡ് ടു ബി. ബിയുടെ ആരാണ് ഇ? ബിയുടെ സിസ്റ്റർ ആണ് എ. ആ സിസ്റ്ററിന്റെ മകനാണ് ഇ. സ്വാഭാവികമായിട്ടും ബിയുടെ സിസ്റ്ററിന്റെ മകളെയാണ് നമ്മൾ നീസ് എന്ന് പറയുന്നത്. സിസ്റ്ററിന്റെ മകനെ നമ്മൾ നെഫ്യൂ എന്നാണ് പറയുന്നത്. മലയാളത്തിലെ അനന്തരവൻ അനന്തരവൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സിസ്റ്ററിന്റെ മകനായതുകൊണ്ട് നെഫ്യൂ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. സിസ്റ്ററിന്റെ മകളായിരുന്നെങ്കിൽ നമ്മൾ നീസ് എന്നുള്ള ആൻസറിലേക്ക് പോകാമായിരുന്നു. സോ ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യമാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. ശ്രദ്ധിക്കണം. ഹൗ ഇ റിലേറ്റഡ് ടു ബി. ബിയുടെ ആരാണ് ഇ എന്നാ ചോദിച്ചത്. നേരെ തിരിച്ചായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഹൗ ബി റിലേറ്റഡ് ടു ഇ. ഇയുടെ ആരാണ് ബി എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ നമ്മള് അമ്മയുടെ ആങ്ങളെ അല്ലേ? അമ്മയുടെ ആങ്ങളെ നമ്മള് മാമൻ അല്ലെങ്കിൽ അങ്കിൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഈഗർ എന്ന് പറയുന്ന വാക്ക് 517 5 എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ ഒരു തവണ പരീക്ഷയ്ക്ക് നമ്മുടെ കേരള PSC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്, എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ജി എന്ന് പറഞ്ഞാൽ 7 ആണ്, ഇ എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് അറിയാം. പക്ഷെ 6 ഒരിക്കലും 9 ആവത്തില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ഇവിടുത്തെ കോഡിന്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ. ഇത് നേരത്തെ ഒരു തവണ ചോദിച്ചതായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാ. കാരണം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും അന്നേരം. അടുത്ത് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 അത്രയും മതി. ജെ 10 എടുക്കണ്ട, താഴെ എഴുതിക്കോ. വീണ്ടും അതുപോലെ തന്നെ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 9 കണ്ടോ? 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 9ാമത്തെ അക്ഷരമാണ്. അതായത് ചുരുക്കി പറഞ്ഞാല് 1 മുതൽ 9 വരെയുള്ള നമ്പർ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിങ്ങൾ 9 കഴിയുമ്പോൾ അടുത്ത ആൽഫബറ്റിന് താഴെ പ്ലേസ് ചെയ്ത് ഇങ്ങനെ പോകണം. ഇത് PYQ ആണ്, അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും 6 എന്ന് പറഞ്ഞാൽ 9 ആണ്. നമുക്ക് കോഡ് ചെയ്യേണ്ടത് കേഡറ്റ് ആണ് കോഡ് ചെയ്യേണ്ടത്. സി എന്ന് പറഞ്ഞാൽ 3. എടാ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇ എന്ന് പറഞ്ഞാൽ 5 ആണ്.
ടി ആണ് ശ്രദ്ധിക്കേണ്ടത്. ടി ആണ് ശ്രദ്ധിക്കേണ്ടത്. ടി 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 ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടിയുടെ നേരെയുള്ള അക്ഷരം അല്ലെങ്കിൽ സംഖ്യ 2 ആണ്. 3 1 4 5 2 എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ നല്ല കോഡിംഗ് ആയിരുന്നു. ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. സോ ഇത്തരം ചോദ്യങ്ങൾ, പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം. അടുത്തത് വീണ്ടും ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഡയറക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കണ്ടോ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും പഴയതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നതാണ്. ഏറ്റവും മുകളിൽ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. സിന്ധു വാക്സ് 8 കിലോമീറ്റർ ടുവേർഡ് സൗത്ത്. സൗത്തിലേക്ക് 8 കിലോമീറ്റർ നടന്നു. സൗത്തിലേക്ക് 8 കിലോമീറ്റർ നടന്നു. സൗത്തിലേക്ക് 8 കിലോമീറ്റർ നടന്നു. ആൻഡ് ടേൺസ് റൈറ്റ്. സൗത്തിലാണ്. റൈറ്റിലേക്ക് തിരിഞ്ഞു. റൈറ്റിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ആണ്. വെസ്റ്റിലേക്ക് 6 കിലോമീറ്റർ ആണ്. വെസ്റ്റിലേക്ക് പടിഞ്ഞാറോട്ട് 6 പടിഞ്ഞാറോട്ട് 6. അഗൈൻ ഹി ടേൺസ് ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ്. പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള് ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് പടിഞ്ഞാറിന്റെ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ്. സൗത്തിലേക്ക് 9, സൗത്തിലേക്ക് 9, സൗത്തിലേക്ക് 9. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സൗത്തിലേക്കാണ്. ഫൈനലി ഹി ടേൺസ് ലെഫ്റ്റ്. സൗത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ചെറുക്കൻ അവനെ വീണ്ടും ലെഫ്റ്റ്. സോ സൗത്തിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഈസ്റ്റ് അല്ലേടാ. ഈസ്റ്റിലേക്ക് 6, ഈസ്റ്റിലേക്ക് 6. കാരണം ഇത് 6 ആകുമ്പോ സ്വാഭാവികമായിട്ട് ഇതും 6 ആയിരിക്കും. നമ്മുടെ ചോദ്യം, ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് വരെയുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ദൂരം എത്ര എന്നാണ്, ഡയറക്റ്റ് ഡിസ്റ്റൻസ് ആണ്. എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റ് തമ്മിൽ ചേർത്തൊരു വര വരയ്ക്കുക, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഒരു ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 9 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് 9 ആയിരിക്കുമല്ലോ. കാരണം ഇത് 2 പാരലൽ ലൈനാണ്. ഈ നീളം 9 ആണെങ്കിൽ ഈ നീളം 9 ആയിരിക്കും. അപ്പോ ഈ ഒരു ഫുൾ നീളം എന്ന് പറഞ്ഞാൽ 9 8 കൂടെ കൂട്ടിക്കോ. 9 8 17. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേടാ, പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? ഈ 9, ഈ നീളം 9 ആയതുകൊണ്ട് ഈ നീളം 9. അപ്പൊ മൊത്തത്തില് 8ഉം 9ഉം കൂടെ കൂട്ടിയാൽ 17. ആൻസർ 17. 17 17. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. 19ാമത്തെ ചോദ്യം സമാന ബന്ധം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത്യാവശ്യം GK അറിയാവുന്ന ആൾക്കാർ പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകാനേ ഉള്ളൂ. ഒരു രാജ്യം നോർത്ത് കൊറിയ, അവരുടെ കറൻസിയാണ് റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം തെറ്റാണ്. ഓഡ് വേർഡ് ഔട്ട് ആണ്. ഒരെണ്ണം തെറ്റാണെന്നാണ് പറയുന്നത്. ഇപ്പം അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും GK പഠിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം അത്യാവശ്യം നമ്മൾ GK പഠിക്കുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും കറൻസിയൊക്കെ പഠിച്ചു പോകാറില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമാണ്. നോർത്ത് കൊറിയയുടെ കറൻസി വോൺ ആണെന്നറിയാം. റഷ്യ റൂബിൾ ആണ്. ഓസ്ട്രേലിയ പൗണ്ട് അല്ല, ഡോളർ ആണ്. അതാണ് അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. UAE കറൻസി ദിർഹമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഓസ്ട്രേലിയയുടെ കറൻസി ഡോളർ ആയിരുന്നു. സോ ഡോളർ ആയിരുന്നു വരേണ്ടിയിരുന്നത്, പക്ഷെ പൗണ്ട് ആണ് വന്നത്. അപ്പൊ അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ 20ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഇത് നമ്മുടെ ഒരു നമ്പർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 35 ആയിട്ട് മാറി. 2 4 6 ഇവിടെ വരേണ്ട സംഖ്യ എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഗുണിച്ചു നോക്കും അല്ലേ. 1 3 കൂടെ ഗുണിച്ചാൽ 1 × 3 3, 3 × 5 15 ആണ്. 15 30 ആകണമെങ്കിൽ 35 ആകണമെങ്കിൽ 15ന്റെ ഡബിൾ 30, 30ന്റെ കൂടെ 5 കൂട്ടി. അപ്പൊ അതേപോലെ 2 4 8, 8 × 6 48, 42 ഡബിൾ എടുക്കുമ്പോൾ 96. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല. അപ്പൊ അതല്ല. പിന്നെ നമ്മൾ നോക്കും സ്ക്വയർ സീരീസ് നോക്കും. സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 ആണ്. 3ന്റെ സ്ക്വയർ 3 9 ആണ്. 5ന്റെ സ്ക്വയർ 25 ആണ്.
അപ്പോ അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ. 25ഉം 9ഉം കൂടെ കൂട്ടിയാൽ 34. ആ 34ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 35 കറക്റ്റ് ആയിട്ട് വന്നു. നമുക്ക് താഴെ കൊണ്ടൊന്ന് ചെയ്തു നോക്കാം. 2ന്റെ സ്ക്വയർ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, 6ന്റെ സ്ക്വയർ 36 ആണ്. കൂട്ടി നോക്കിക്കേ. 36ഉം 16ഉം കൂടെ കൂട്ടിയാൽ 36ഉം 16ഉം കൂടെ കൂട്ടിയാൽ 52 വരും. 6ഉം 6ഉം 12, 52 വരും. 52ന്റെ കൂടെ 4 കൂട്ടിയാൽ 56 വരും. ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അതായത് ആദ്യം കിടക്കുന്ന 3 സംഖ്യകളുടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ അവസാനത്തെ നമ്പർ കിട്ടും. 6ന്റെ സ്ക്വയർ 36, 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. 36 16ഉം കൂടെ കൂട്ടിയാൽ 52, 52ന്റെ കൂടെ 4 കൂട്ടിയാൽ 56. സോ വളരെ രസകരമായ ഒരു ചോദ്യമായിരുന്നു. ഇവിടെ ചോദിച്ചത് ആദ്യം കിടക്കുന്ന 3 സംഖ്യകളുടെ സ്ക്വയേഴ്സിന്റെ സം എടുത്തപ്പോൾ 4ാമത്തെ സംഖ്യ കിട്ടി എന്നുള്ളതായിരുന്നു ആൻസർ. അങ്ങനെ നമ്മൾ 2021 പരീക്ഷയ്ക്ക് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ 3 പാർട്ടായിട്ട് വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാനുള്ളത്, ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ കൃത്യം ലിമിറ്റഡ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇനിയും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലെ ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ കൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിൽ കൂടെയും സ്ഥിരമായിട്ട് നിങ്ങളെ പരീക്ഷ എഴുതിപ്പിച്ചുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി നമ്മളൊരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോഴും ഇനിയും ഉണ്ട്, നമുക്ക് പഠിച്ചു തുടങ്ങാൻ സമയമുണ്ട്. ഇനിയും ഓരോ നിമിഷങ്ങളും നിർണായകമാണ്. സോ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തിക്കൊണ്ട് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിലും അത്യാവശ്യം പഠനം പാതി വഴിയിൽ എത്തിയ ആളുകളാണ്, റിവിഷൻ ചെയ്തിരിക്കുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു ബാച്ചാണ്. നിങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. സോ ബോർഡ് നമ്പർ ഇവിടെ ഉണ്ട്, നിങ്ങൾ ആ നമ്പറിലെ കോൺടാക്ട് ചെയ്യുക. സോ ആ ഒരു അവസരം കൂടി പരമാവധി പ്രയോജനപ്പെടുത്തണം. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇനി അടുത്ത ടോപ്പിക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അടുത്തടുത്ത ടോപ്പിക്കുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ അതിന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം കൂടി ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ്സുകളോട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുവാനും വേണ്ടി നിങ്ങളുടെ വിജയത്തിലെ CC-യുടെ പങ്ക് ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിഷനുമായിട്ട് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. സോ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒന്നാമതെത്താം. അടുത്ത ക്ലാസ് വീണ്ടും കാണാം.